الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ഫുർഖാൻ വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം, അതിലെ 62-ാമത്തെ ഒരു ചെറുവചനമാണ് ഞാൻ ഓതി വെച്ചത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ, അവൻ തന്നെയാണ് രാവും പകലും മാറി മാറി വരുന്നതാക്കിയവൻ. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ലിമൻ അറാദ അൻ യذكر ഔ അറാദ ശുക്കൂറ, ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് എന്നാണ് ഈ വചനത്തിന്റെ സാരം. അനുഗ്രഹദാതാവായ അല്ലാഹുവിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുവാനും ആ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്ത അല്ലാഹുവിന് തന്നെ സമ്പൂർണമായി സമർപ്പിക്കാനും തനിക്ക് ആവുന്ന നന്മകൾ മുഴുവൻ ചെയ്ത് മുന്നേറുവാനും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയുള്ളവരായി ജീവിക്കുവാനും പ്രതിഫലങ്ങളാൽ ധന്യമാക്കപ്പെട്ട വ്യത്യസ്ത സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും സമയങ്ങൾക്കും ദിവസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി ഒരുക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്
എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനം. രാവും പകലും മാറി മാറി വരുന്ന ദൃഷ്ടാന്തമായിട്ട് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശകലനമല്ല ഉദ്ദേശിക്കുന്നത്. ആ രാവും പകലും മാറി മാറി വന്ന് ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളും ദിവസങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഐഹിക ലോകത്ത് ലഭിക്കുന്ന ആ സന്ദർഭങ്ങളും സമയങ്ങളും നന്മകളുടേതാക്കി മാറ്റി അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം വീണ്ടും ഒരു ശഅബാൻ മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ടു. ശഅബാൻ എന്ന് പറയുന്നത് ആത്മീയതയുടെ വസന്തകാലമായ റമദാനിലേക്ക് മിഴി തുറക്കുന്ന മനോഹരമായ കവാടമാണ് ശഅബാൻ. റമദാനിലെ വെള്ളി വെളിച്ചം ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മളെ പാകപ്പെടുത്തുന്ന ആ പാകത്തിൽ ആത്മീയതയുടെ അകക്കണ്ണുകളെ പാകപ്പെടുത്തുന്ന ലെൻസാണ് ശഅബാൻ. നമ്മുടെ ആത്മാവാകുന്ന തോട്ടത്തിൽ റമദാൻ എന്ന വസന്തം പൂത്തുലയണമെങ്കിൽ മുന്നൊരുക്കത്തിന്റെ കാലമായി ഈ ശഅബാനിൽ അനാവശ്യമായ ചിന്തകളെ ചെത്തി മിനുക്കേണ്ടതുണ്ട് എങ്കിൽ ചെത്തി മിനുക്കണം. തെറ്റായി വല്ലതും പടർന്നു പിടിച്ചിട്ടുണ്ട് എങ്കിൽ വെട്ടി ഒതുക്കേണ്ടതാണെങ്കിൽ വെട്ടി ഒതുക്കണം. വെട്ടിക്കളഞ്ഞ് ശുദ്ധീകരിക്കേണ്ടതാണെങ്കിൽ, തുടച്ചു മാറ്റി ശുദ്ധീകരിക്കേണ്ടതാണെങ്കിൽ അത് ശുദ്ധീകരിക്കണം. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാസമാണ് ശഅബാൻ. വരാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ എന്ന വസന്തത്തിന്റെ സുഗന്ധം ഈ ശഅബാനിലെ ഓരോ സ്പന്ദനങ്ങളിലുമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പൂർവികരായ പണ്ഡിതന്മാർ എത്രയോ വിശേഷണങ്ങളാണ് ഈ മാസത്തിന് നൽകിയിട്ടുള്ളത്. ഈ മാസം, അതിന്റെ തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ റജബ് മാസം, വരാനിരിക്കുന്ന റമദാൻ മാസം, ഈ മാസങ്ങൾക്കൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ വിശേഷണങ്ങൾ അബൂബക്കറുൽ വറാഖുൽ ബൽഖി എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതന്റേതാണ്. അദ്ദേഹം പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, റജബ് മാസത്തെ കാറ്റായി അദ്ദേഹം വിശേഷിപ്പിച്ചു, ഉപമിച്ചു. ശഅബാനെ മേഘമായിട്ട്, റമദാനെ മഴയായിട്ട് ഒരു വിശേഷണം അങ്ങനെയാണ്. മറ്റൊന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, റജബ് എന്ന് പറയുന്നത് കൃഷി ഇറക്കാനുള്ള മാസമാണ്. ശഅബാൻ എന്ന് പറയുന്നത് അത് നനയ്ക്കാനുള്ള മാസമാണ്. റമദാൻ എന്നത് വിളവെടുപ്പിനുള്ള മാസമാണ്. ഇങ്ങനെയുള്ള വിശേഷണങ്ങളാണ് പൂർവികന്മാരായ പണ്ഡിതന്മാർ നമ്മളൊക്കെ അശ്രദ്ധയിൽ ആണ്ടുപോയ റജബും ഇപ്പോൾ ആണ്ടുപോയിരിക്കുന്ന ശഅബാനും ഇനി വരാനിരിക്കുന്ന മഹത്തായ അത്രയൊന്നും വിലയൊന്നും കൽപ്പിക്കാതെ പോകുന്ന റമദാനും ഒക്കെ പൂർവികന്മാർ എത്ര വില കൽപ്പിച്ചിരുന്നു, എത്ര ആഴത്തിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലം പാകപ്പെടുത്തി വിത്തിറക്കാതെ, നനയ്ക്കാതെ, വെള്ളമൊഴിക്കാതെ, വളമിടാതെ വിളവെടുപ്പ് സ്വപ്നം കാണുന്ന ഒരു കർഷകനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുക? ആ വിശേഷണം തന്നെയാണ് ഈ ധന്യമായ മാസം ഉൾപ്പെടെയുള്ള നാളുകളിൽ അതിനൊന്നും ഒരുങ്ങാതെ റമദാൻ കൊണ്ട് എല്ലാം നേടാം എന്ന് കാത്തിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള വിശേഷണം അത് തന്നെയാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യം. കാരണം റജബിന്റെയും റമദാന്റെയും ഇടയിൽ അശ്രദ്ധമായി പോയേക്കാവുന്ന മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച മാസമാണിത്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. റമദാൻ വരാനിരിക്കുന്നു. ഇനി ചെയ്യാവുന്നിടത്തോളം തെറ്റുകൾ ഈ മാസം അങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് റമദാനിൽ എല്ലാം കൂടി കഴുകിക്കളയാമെന്ന് വ്യാമോഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ അങ്ങനെ ഒരു വ്യാമോഹം അരുത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാരണവശാലും അശ്രദ്ധമായി പോകരുത് ഈ മാസം എന്നുള്ളതാണ്.
വളരെ ചുരുക്കി പറഞ്ഞാൽ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തോട് കാണിച്ച ജാഗ്രതയും കരുതലും കണ്ട് മനസ്സിലാക്കിയ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പ്രവാചകൻ നൽകിയ മറുപടിയാണ് ശഅബാൻ മാസത്തിന്റെ ആകത്തുക. അതാണ് നേരത്തെ ഞാൻ വിശദീകരിച്ചതെല്ലാം കൂടി ഉൾക്കൊണ്ടാൽ മനസ്സിലാക്കിയാൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ലം അറാക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ഈ ശഅബാൻ മാസത്തിൽ അങ്ങ് വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിൽ, റമദാൻ നിർബന്ധ നോമ്പല്ലോ, മറ്റൊരു മാസത്തിലും വ്രതം അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് കുറെ പ്രവാചകനെ പഠിച്ചതിന് ശേഷം ചോദിച്ചതാണ്. ശഅബാൻ മാസത്തോടുള്ള സമീപനത്തെ, പ്രവാചകന്റെ സമീപനത്തെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചോദിച്ച ചോദ്യമാണ്. കാരണം പ്രവാചകൻ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച്, റമദാനിലാണല്ലോ നിർബന്ധ നോമ്പുള്ളത്, മറ്റു മാസങ്ങളിൽ ഐച്ഛികമായ നോമ്പുകളും, തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. ഈ നോമ്പുകളൊക്കെ പ്രവാചകൻ പിടിച്ചതോടൊപ്പം തന്നെ ശഅബാനിൽ മറ്റ് സന്ദർഭങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കുന്ന മുഴുവനുമായിട്ടല്ല, ആ നിലയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ഉന്നയിച്ചത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ദാലിക ശഹ്റുൻ, ശഅബാൻ എന്ന് പറയുന്ന മാസം, യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ് വ റമളാൻ, റമളാന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാകുന്നു ഇത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഹുവ ശഹ്റുൻ, ഈ മാസം തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, മനുഷ്യന്റെ കർമ്മങ്ങൾ റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണിത്. അതുകൊണ്ട് വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോമ്പ് പിടിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനൊരു മറുവശം, നോമ്പില്ലെങ്കിൽ ഉയർത്തപ്പെടൂല എന്നല്ല, നോമ്പോടുകൂടി ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പല കാര്യങ്ങൾ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഭൗതിക ജീവിതത്തിൽ സാമ്പത്തിക വർഷം കണക്കാക്കി അവസാനമായി പരിഗണിക്കുന്ന മാർച്ച് മാസം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അതുവരെയുള്ള കച്ചവടത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന്റെ വരവ് ചെലവ് കണക്കുകൾ അവൻ വിലയിരുത്തും. അവന് ഇൻകം ടാക്സിൽ സമർപ്പിക്കണം. അങ്ങനെ കൃത്യമായതെല്ലാം ചെയ്തു പോകും. ലാഭനഷ്ടം നോക്കും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ തീർക്കും. കിട്ടാനുള്ളത് വാങ്ങിയെടുക്കും. അങ്ങനെ ഒരു മാസം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഓരോ വർഷവും നാം ഉറ്റുനോക്കുന്ന മാസമാണ്. നിഷേധിക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. എങ്കിൽ ആത്മീയ ലോകത്ത് ഇത്തരമൊരു ക്ലോസിംഗ്, അമലുകളുടെ ക്ലോസിംഗ് ഓരോ വർഷവും നടക്കുന്നു. അതാണ് പരിശുദ്ധ ശഅബാൻ മാസം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നത്. കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രൂപത്തിലാണ് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. 1, എല്ലാ ദിവസവുമുണ്ട്. 2, ആഴ്ചയിൽ 2 പ്രാവശ്യമുണ്ട്. 3, വർഷത്തിൽ ഒരിക്കലുണ്ട്. ഇത് 3ഉം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, തുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. രാത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് പകലിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും എല്ലാ ദിവസവും. പകലിന്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് രാത്രിയിലെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. എന്നിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, എല്ലാ ദിവസവും മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് മാറി മാറി വരുന്നു. അവർ മാറി മാറി വരുന്നത് രാവും പകലുമാണ്. പകലിലെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ, രാത്രിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവരിങ്ങനെ യതആഖബൂന ഫീക്കും, നിങ്ങളിൽ മാറി മാറി വരും. എന്നിട്ട് അവർ ഒരുമിച്ച് കൂടുന്ന സമയം
സലാത്തുൽ ഫജറിലും സലാത്തുൽ അസ്റിലുമാണ്. സുബഹി നമസ്കാരത്തിന്റെ സമയത്തും അസർ നമസ്കാരത്തിന്റെ സമയത്തും ഈ മലക്കുകൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർ അള്ളാഹുവിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുമത്രേ, അള്ളാഹുവിനറിയാം നമ്മളെക്കുറിച്ച്, നമ്മളെന്താ ചെയ്തത് എന്ന് അള്ളാഹുവിനറിയാം. പക്ഷെ നമുക്ക് സാക്ഷികൾ ഉണ്ടാകുകയാണ്, നമ്മൾ ചെയ്തതിനും സാക്ഷിയാവുകയാണ് അവിടെ മലക്കുകൾ. അതാണ് മലക്കുകൾ നമ്മുടെ സാക്ഷികളാണെന്ന് പറയാനുള്ള കാരണം. ഇപ്പോഴുണ്ട് നമ്മുടെ ഒപ്പം മലക്കുകൾ. അവർ സാക്ഷിയാണ്, ഈ ഇരിക്കുന്നതിനും ഈ കേൾക്കുന്നതിനും ഈ പറയുന്നതിനും ഒക്കെ സാക്ഷിയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ശ്രേഷ്ഠതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് നമുക്ക് കാണാം. ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ മലക്കുകൾ വരുന്നവരുടെ രജിസ്റ്റർ, വന്നു പോകുന്നവരുടെ ആദ്യം വന്നത് മുതൽ അവസാനം വന്നത് വരെയുള്ളവരുടെ രജിസ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഇമാമിന്റെ ഉത്ബോധനം മലക്കുകൾ ശ്രവിക്കുന്നു എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ധന്യമായ ഒരു സദസ്സിലാണ് സഹോദരി സഹോദര ഞാനും നിങ്ങളും ഇരിക്കുന്നത്, നിൽക്കുന്നത് എന്ന് നാം ഓർക്കുക. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന നിലയിൽ വല്ല സമീപനവും വല്ല ഇരുത്തവും വല്ല മാനസികാവസ്ഥയും നമുക്കുണ്ടായാൽ തീർന്നു, വെറുതെ ആയിത്തീരും ഈ സമയം മുഴുവനും. അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പൊ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ എങ്ങനെയാണ് നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്? മലഉലയിൽ നടക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് വിട്ടേച്ചു പോയത്? മലക്കുകൾ പറയും അത്രേ, തറക്കനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്, ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സലാത്തുൽ ഫജറും സലാത്തുൽ അസ്റിന്റെയും ശ്രേഷ്ഠതയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സലാത്തുൽ ഫജർ, സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സഹോദര സഹോദരി, ആലോചിച്ചു നോക്ക്, എന്തായിരിക്കും മലക്കിന്റെ റിപ്പോർട്ടിംഗ് അള്ളാഹുവിന്റെ അടുക്കൽ. അസർ നമസ്കരിക്കാതെ ഒയന്ന് നടക്കുന്ന ചെറുപ്പക്കാര, ആലോചിച്ചു നോക്ക്, എന്തായിരിക്കും മലക്കിന്റെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ അടുക്കൽ. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഉറക്കിലാണ്, ഞങ്ങൾ വരുമ്പോൾ അവർ കളിയിലാണ് എന്നായിരിക്കും നമ്മുടെ റിപ്പോർട്ട് പോവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോകുന്നു അമലുകളുടെ കാര്യങ്ങളെ കുറിച്ചുള്ള വിശകലനം അവിടത്തേക്ക്. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ആഴ്ചയിലെ തിങ്കളും വ്യാഴവും ദിവസങ്ങളിലാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്നു. പ്രവാചകൻ പറയുന്നു, നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തപ്പെടണം, പ്രദർശിപ്പിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ തിങ്കളും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് വരുന്നത് എന്ന് നാം തിരിച്ചറിയുക. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, നോമ്പില്ലാത്തതിന്റെ പേരിൽ അമലുകൾ സമർപ്പിക്കപ്പെടില്ല, പെടാതിരിക്കില്ല. പക്ഷെ നോമ്പോട് കൂടിയാകുമ്പോൾ അതിന്റെ ഫളിലൊന്ന് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എടുത്തു പറയുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആ നിലയിലുള്ള അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന വർഷത്തിൽ ഒരിക്കൽ സമർപ്പിക്കപ്പെടുന്ന ശഅബാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും. ഈ മാസത്തിലും വല്ല നന്മകളും ഉണ്ടോ എനിക്കും നിങ്ങൾക്കും? ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം ഓർക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രവാചകന്റെ വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോമ്പുൾപ്പെടെയുള്ള അമലു സാലിഹുകൾ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പരമാവധി. ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. ഖുർആൻ പാരായണം, ഷഹ്റുൽ ഖുർആ എന്ന് ശഅബാൻ മാസത്തിന്റെ ഒരു സവിശേഷത, ഒരു വിളിപ്പേരുണ്ട്, ഷഹ്റുൽ ഖുർആ, ഖുർആൻ ഓതുന്നവരുടെ മാസം. എന്ന് വെച്ചാൽ ബാക്കി മാസങ്ങൾ ഓതണ്ടെന്നല്ല. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം വരാനിരിക്കുന്നു, തൊട്ടടുത്ത് വരാനിരിക്കുന്നു. മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മാസം കടന്നു വരും. അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റമളാൻ മാസം വിശുദ്ധ ഖുർആൻ അവതരണീയമായ മാസം എന്ന നിലയിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള മാസം ഖുർആനുമായിട്ടുള്ള ബന്ധം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനും പാരായണം ചെയ്യാനും നാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഷഹ്റുൽ ഖുർആ എന്ന വിശേഷണം വന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും
ഒരു മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് റമദാനിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ശഅബാനിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന കാണാൻ കഴിയും. അപ്പം നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ വർദ്ധിപ്പിക്കേണ്ട മറ്റു മാസങ്ങളിൽ തിങ്കളും വ്യാഴവും ചെയ്യാത്തവർ 13, 14, 15 ചെയ്യാത്തവർ മാസത്തിലെ ചെയ്തു നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. അതാണ്. അപ്പം കർമ്മങ്ങൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചതുപോലെ ദൈനംദിന റിപ്പോർട്ടിംഗ് അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. ഒരാഴ്ചയിൽ 2 ദിവസത്തെ റിപ്പോർട്ടിംഗ് ഉണ്ട്, വാർഷിക റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ ശൈലിയാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം മനസ്സിലാക്കുക. നമ്മൾ എന്ത് വേണം? ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ചുരുക്കി പറയട്ടെ. ഒന്ന്, നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കണം. ഹൃദയശുദ്ധി കൈവരിക്കേണ്ടത് പലതിൽ നിന്നാണ്. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, ഫുസൂഖിൽ നിന്ന്, ഇസ്യാനിൽ നിന്ന്. എന്തൊക്കെ അരുതായ്മകളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കണം. അള്ളാഹുവിനോടുള്ള കടമകളും കടപ്പാടുകളും തീർത്താലും നമ്മളുടെ സഹജീവികളോടുള്ള പിണക്കങ്ങളും പകയും വിദ്വേഷവും നിലനിന്നാൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞില്ലേ? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനമുണ്ട്. എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും, ഒരു കൂട്ടർക്കൊഴികെ, 2 വ്യക്തികൾക്കൊഴികെ. ആരാണ് 2 വ്യക്തികൾ? അവര് തമ്മിൽ പിണങ്ങി ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരുടെ തിങ്കളാഴ്ച ഉയർത്തൂല, വ്യാഴാഴ്ചയും ഉയർത്തൂല. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുമത്രേ, അൻദിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ, അവർക്ക് ഇത്തിരി സാവകാശം കൊടുക്ക്, അവര് നന്നാവുമെന്ന് നോക്കട്ടെ. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പ്രിയമുള്ളവരെ, മനസ്സിൽ ഒന്ന് കൈവച്ചുകൊണ്ട്, ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കുക. ഏതെങ്കിലും അമലുകൾ ഉയർത്തപ്പെടുമോ? കാരണം നമുക്ക് പിണങ്ങാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്കിണങ്ങി ജീവിക്കാനുള്ള മാനസികാവസ്ഥയില്ല. നമുക്ക് പിണങ്ങണം, എന്നാലേ നമ്മുടെ ജീവിതമാവുകയുള്ളൂ. കുടുംബ ബന്ധങ്ങൾ തകർക്കണം, എന്നാലേ നമുക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ എങ്ങനെ നമ്മുടെ അമലുകൾ ഒരൊറ്റ ദിവസവും ഉയർത്തപ്പെടാതെ എവിടൊക്കെയോ ആയി പോകുന്ന, നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ? പ്രിയമുള്ളവരെ, നന്നാവുക. ആർക്ക് വേണ്ടി? പറയുന്ന എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും, മറ്റോരോരുത്തർക്കും വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നന്നാക്കുക. ബന്ധങ്ങൾ നന്നാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? നോമ്പിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള, ദാനധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് സന്തോഷപൂർവ്വം ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരമുള്ള പിണക്കങ്ങൾ നന്നാക്കലാണത്. നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, ദാനധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠയുള്ളത് അതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ നമുക്ക്? ഇനിയും എന്തിന് നാം നീട്ടിക്കൊണ്ടു പോകണം? അങ്ങനെയുള്ള കാര്യങ്ങൾ, പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കുക. ഹൃദയശുദ്ധി കൈവരിക്കുമ്പോൾ, ശിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ, കുഫറിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ, നിഫാഖിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ, ഫുസൂഖിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ, ഇസ്യാനിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ, ശുദ്ധീകരിക്കേണ്ട, നമ്മൾ അവഗണനയുടെ അഗണ്യകോടിയിൽ തള്ളിക്കളയുന്ന ഒന്നാണ് ഈ പറഞ്ഞത്. ഇല്ല, കഴിച്ചിലാവില്ല റബ്ബിന്റെ അടുക്കൽ, പോകൂല പാപമോചനം അങ്ങോട്ട്, എത്തൂല അമലുകൾ അങ്ങോട്ട്. എന്ത് വേണം? തീരുമാനിക്കുക. ഈ ശഅബാന്റെ ഈ ധന്യമായ നാളുകളിലെങ്കിലും അത്ര പ്രാധാന്യം, ശ്രേഷ്ഠതയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം കഴിവുള്ളവർ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ എന്നും ചെയ്യേണ്ടവനാണ് വിശ്വാസി. കഴിവനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണം, എന്നും ചെയ്യണം അവൻ. പക്ഷേ റമളാനിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവനാണ് വിശ്വാസി, ചെയ്യുന്നവനായിരിക്കണം വിശ്വാസി. അവന് റമളാനിലേക്കുള്ള ഒരു പാകപ്പെടുത്തൽ, ഒരു പ്രചോദനം, അവന്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പരിശീലനം, അതാണ് ശഅബാനിലെ ദാനധർമ്മങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ നന്മകൾ ചെയ്ത് നമ്മളെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി ആത്മീയതയുടെ വസന്തത്തിലേക്ക് കടന്നു കയറാനുള്ള, സന്തോഷത്തോടെ സ്റ്റെപ്പ് വെക്കാനുള്ള മാസമായിട്ടായിരിക്കും റമളാനെ നാം കാണേണ്ടത്.
ഒരൊറ്റ പോക്കങ്ങോട്ട് പോയാൽ കഴിയില്ല. നമുക്കറിയാമോ, വാഹനം ഓടിക്കുന്നവരാണ് നമ്മിൽ പലരും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ ആകാശത്തൂടെ പറന്നുയരുന്ന വിമാനങ്ങൾ, ആകാശത്തിന്റെ ചുഴിയിൽ നിന്ന് വിമാനം റൺവേയിലേക്ക് ഒരൊറ്റ കുത്തുകുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മൂക്കുകുത്തി തകർന്ന് കത്തി നശിച്ച് തരിപ്പണമാകും. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നതും വായിക്കുന്നവരുമാണ്. അങ്ങനെ പെട്ടെന്നൊരു ഇറക്കമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മൈലുകൾക്കപ്പുറത്ത് വെച്ച് തന്നെ പൈലറ്റുകൾ എന്ത് ചെയ്യും? അതിന്റെ സ്പീഡ് കുറയ്ക്കും, വേഗത നിയന്ത്രിക്കും, അത് ക്രമീകരിക്കും, ദിശ ഏതാണെന്ന് നിർണയിക്കും, എന്നിട്ട് സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. ഇതാണല്ലോ കാണുന്നത്. ട്രെയിനായാലും വാഹനം ഏതായാലും അങ്ങനെ തന്നെ. എന്നതുപോലെ വിശ്വാസികളായ നാം ചിന്തിക്കേണ്ടത് ഈ ശഅബാൻ മാസം നമ്മളെ ഇങ്ങനെ ഒന്ന് നിയന്ത്രിച്ച് നന്നാക്കി മൂക്കുകുത്തി റമദാനിൽ വീഴാതിരിക്കാൻ വളരെ കൃത്യമായ ചടുലമായ കാൽവയ്പ്പുകളോടെ നമുക്ക് പോയി സുരക്ഷിത ബോധത്തോടുകൂടി റമദാനെ വരവേൽക്കാനുള്ള ധന്യമായ നാളുകളാണ് ഈ ശഅബാനിലെ ഓരോ മണിക്കൂറുകളും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മെ ഒന്ന് മാറ്റുക, മാറ്റത്തിന് വിധേയമാക്കുക, മാറ്റേണ്ടതെല്ലാം മാറ്റുക, ചെത്തിമിനുക്കേണ്ടതെല്ലാം ചെത്തിമിനുക്കുക, പറിച്ചു കളയേണ്ടതെല്ലാം പറിച്ചു കളയുക, വൃത്തിയാക്കേണ്ടതെല്ലാം വൃത്തിയാക്കുക. ശഅബാൻ മാസമായാൽ സാധാരണ റമദാന് വരവേൽക്കാൻ വേണ്ടി പള്ളികളും വീടുകളും ഒക്കെ വളരെ വൃത്തിയാക്കി വെക്കാറുണ്ടല്ലോ, ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഒന്ന് മനസ്സിനെ ഒന്ന് സംസ്കരിക്ക്, ഒന്ന് ശുദ്ധീകരിക്ക്. ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഇതൊക്കെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി രാവും പകലും അള്ളാഹു നമുക്ക് മാറ്റി മാറ്റി തരുന്നതും ആ സന്ദർഭങ്ങളും ആ മണിക്കൂറുകളും നമുക്ക് ഉപയോഗപ്പെടുത്തി തരുന്നതും നമുക്ക് എത്രമാത്രം സൗഭാഗ്യത്തിന്റെ ഔന്നത്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമ്മളെ ചിന്തിപ്പിക്കാനും ആ ദൃഷ്ടാന്തങ്ങൾ പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് എന്നുള്ള വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ ആ വചനം വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാര ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ എന്ന് പറഞ്ഞത് നന്ദിയുള്ള ദാസന്മാരാകാൻ, നന്മയിൽ ഏറ്റവും കൂടുതൽ മികച്ചു മുന്നോട്ട് പോകാൻ ഒക്കെ നമ്മെ ഉണർത്തുന്ന വചനമാണ്. ആ വചനത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, വരാൻ പോകുന്ന റമദാനെ എല്ലാ അർത്ഥത്തിലും ഈ രൂപത്തിൽ സ്വീകരിക്കാൻ, നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ കർമ്മങ്ങൾ അല്ലാഹു പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആസന്നമാകുന്ന റമദാനെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ശഅബാൻ മാസത്തിന്റെ ശ്രേഷ്ഠതകളും പവിത്രതകളും അതിന്റെ ഗൗരവവും എത്രത്തോളം ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കിയത് എങ്കിൽ ആ ശ്രേഷ്ഠതയും ആ പവിത്രതയും മാത്രം ശഅബാൻ മാസത്തിന് നാം നൽകിയാൽ മതി. നമ്മളോട് പറയാത്ത, നമ്മളോട് കൽപ്പിച്ചിട്ടില്ലാത്ത അനാചാരങ്ങളുടേതായ ഒരു ശഅബാന്റെ ആഘോഷം നമുക്കുണ്ടായിക്കൂടാ എന്ന് സാരം. എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ദാനധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ അങ്ങോട്ട് ചുരുക്കി ഒരൊറ്റ ദിവസത്തേക്ക് മാറ്റുന്ന അവസ്ഥ ശഅബാൻ 15 ബറാഅത്ത് എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്യാറുള്ള ആ രൂപം, അതിനോട് ആ ഒറ്റ ദിവസത്തിലേക്ക് ഒതുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പ്രമാണങ്ങളുടെ പിൻബലവുമില്ല. ഇതിന് സാധാരണയായി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ ശഅബാൻ 15 ശ്രേഷ്ഠത പറയുമ്പോൾ പറയുന്ന ഒരു വചനമാണ്. അനുഗ്രഹീതമായ രാത്രിയിൽ നാം അതിനെ അവതരിപ്പിച്ചു. ഇതിനെ ഖുർആനെ ഏത് രാത്രിയിലാണ് അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. ഏത് മാസത്തിലാണെന്ന് പറയുന്നു. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. അപ്പൊ മാസം ഇതല്ലാന്ന് കൃത്യമായി. പിന്നെ അയച്ചത് ഏതാ? ഈ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞല്ലേ, അത് ഏതാണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്.
അപ്പൊ ആ നിലയിൽ ആ ഒരു ആ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ കാണുന്ന കുറെ ഹദീസുകളുണ്ട്. റമദാൻ ഷഅബാൻ പകുതിയായി കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ, അങ്ങനെ ഒരുപാട് ഹദീസുകൾ. അതിന്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, രാത്രി നിങ്ങൾ നിന്ന് നമസ്കരിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അങ്ങനെ ഹദീസുകൾ ഒരുപാടുണ്ട്. ഈ ഹദീസുകളെയൊക്കെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ആയിരിക്കാം എന്നായിരിക്കും കേൾക്കുന്നവർ വിചാരിക്കുക. നമുക്ക് നിങ്ങളുടെ വിശ്വാസം എന്റെ വിശ്വാസം തമ്മിൽ നമുക്ക് എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തന്നെയാണ്. നമ്മളുടെ പ്രമാണങ്ങൾ ഒന്നാ, ഖുർആനും സുന്നത്തുവാ, എല്ലാവർക്കും അത് തന്നെയുള്ളൂ. ഇനി അത് തന്നെയുമല്ല, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മൾ പറയാറുള്ള മദ്ഹബിന്റെ ഇമാമുകൾ പോലും ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നില്ല. ഒറ്റ ഉദ്ധരണി മാത്രം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു വചനം മാത്രം ഞാനൊന്ന് അറബിയിൽ വായിച്ചതിന്റെ അർത്ഥം പറയാം. സാധാരണ നമ്മൾ മനസ്സിലാക്കാറുള്ള ഒന്ന് ഉണർത്തുന്നു മാത്രം. അപ്പൊ ഒരു ആഘോഷമല്ല ഷഅബാൻ 15. പല രൂപത്തിലുള്ള അതിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. അതിൽ പറയുന്ന അൽ അഹാദി വ ജമീഉ മാ റുവിയ മിനൽ അഹാദീസിൽ മുസ്തഹറ ഫീ ഫളായിലി ഹാദിഹി ലൈല വ ലൈലത്തി നിസ്ഫി ഷഅബാൻ ബാത്തിലുൻ കദിബുൻ. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയും അതുപോലെ തന്നെ ഷഅബാന്റെ പകുതിയിലെ രാത്രിയും അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് വ്യക്തമാക്കുന്ന മുഴുവൻ ഹദീസുകളും, അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും ബാത്തിലാണ്, കദിബുൻ കളവാണ്, ലാ അസ്ല ലഹു ഒരു ബേസും അതിലില്ല. വഇൻ വഖഅ ഫീ ബഅദി കുതുബിൽ അകാബിരി കൽ ഇഹ്യാഇൽ ഗസ്സാലി വഗൈരി, ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലും അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതിനൊരു ബേസുമില്ല. ഇതാണ് മദ്ഹബിന്റെ ഇമാമുകളുടെ വീക്ഷണം ഇതിനെ കുറിച്ച്. ഇനി ഇമാം നവവി റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബിലെ തർജീഹിന്റെ മുജ്തഹിദ്, അദ്ദേഹത്തിന്റെ ഉദ്ധരണി കൃത്യമായി നമുക്ക് കാണാം. അദ്ദേഹവും പറയുന്നു ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ, അതായത് റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞാല് മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ റജബ് ആദ്യത്തെ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം, ഷഅബാൻ 15-ന് നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരം, ഓരോ റക്അത്തിലും 10 ഇഖ്ലാസ് വീതം ഓതി നിർവഹിക്കുന്ന നമസ്കാരം, ഇതൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ട് പറയുന്നു വഹാതാനി സലാത്താനി ബിദ്അത്താനി വമുൻകറത്താനി. ഈ 2 നമസ്കാരവും ബിദ്അത്താണ്, മുൻകറത്താണ്. ഇതാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പം ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലം വെച്ച് നോക്കിയാലും മദ്ഹബിന്റെ ഇമാമുകളുടെ നിരീക്ഷണങ്ങൾ വെച്ച് നോക്കിയാലും ബേസില്ലാത്ത കാര്യമാണ്. ബേസില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ കൂലി കിട്ടുകയില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണോ ഷഅബാൻ, എങ്ങനെയാണ് ഷഅബാൻ, ഞാൻ ആദ്യത്തെ ഖുതുബയിൽ വിശദീകരിച്ച പോലെ ശ്രേഷ്ഠമാണ്, അതിശ്രേഷ്ഠമാണ്, ഒരു സംശയമില്ല. പക്ഷെ ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കണ്ട, ഉള്ളത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് തേടി അതിന്റെ ശ്രേഷ്ഠത നേടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആനും സുന്നത്തും പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അള്ളാഹുവേ, ഖുർആനും കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിപ്പിക്കണേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനവും അങ്ങനെ ആയിരിക്കണം. അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അള്ളാഹു പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ, പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട 1-2 വ്യക്തികളെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ജലീൽക്ക, നമുക്ക് എല്ലാവർക്കും അറിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, സ്നേഹത്തിന്റെ ഉടമയാണ്, കരുതലിന്റെ ഉടമയാണ്.
നല്ല വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മളൊക്കെ പോയി മയ്യത്ത് നമസ്കരിച്ച് കബറടക്കത്തിലൊക്കെ പങ്കെടുത്തവരാണ് നമ്മിൽ പലരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നജീബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊച്ചിയിലുള്ളതാണ്. അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബാങ്കി ഉസ്താദിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് നന്മകളുടെ ഉറവിടമായിരുന്നു. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സയ്യിആത്തുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഈ രണ്ടുപേരുടെയും മരണനിമിത്തം അവരുടെ കുടുംബങ്ങൾക്കുള്ള പ്രയാസങ്ങളെ അതിജയിക്കാൻ അല്ലാഹു ആ കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഒരു വലിയ ഓപ്പറേഷന് വിധേയനാവുകയാണ്. കഴിഞ്ഞ ദിവസം അവൻ എഴുതാനുള്ള പരീക്ഷയുടെ ഫീസ് ഒക്കെ കെട്ടി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് ഇനി ആ ഓപ്പറേഷന് പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓപ്പറേഷൻ പഠിപ്പിക്കുന്ന കുട്ടിയായതുകൊണ്ട് പ്രയാസമുണ്ട്. ഓപ്പറേഷൻ അല്ലാഹു വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി തുടർന്ന് പഠിക്കാനും ഉന്നതങ്ങളിലെത്താനും അല്ലാഹു അവന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة